ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൂടിയാണല്ലോ എന്ന്. പക്ഷെ നോക്കൂ, ഇന്നിപ്പോൾ കൊല്ലത്ത് നടന്നത് പൂർണ്ണമായും BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയായിരുന്നു. അരുൺ ബാബു പറയുന്നത് പോലെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോൾ അതിന് മുൻപ് പൂർത്തീകരിക്കേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല. തിരക്കിട്ട് ഇങ്ങനെ ഉദ്ഘാടനം നടത്തുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടാണ്. അപ്പോൾ അവിടെയാണ് NK പ്രേമചന്ദ്രനെ പോലെ ഒരാൾ ഈ പദ്ധതി പൂർണ്ണമായും നരേന്ദ്രമോദി പൂർത്തീകരിക്കും, അതിനുള്ള ഇച്ഛാശക്തി ഉണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു നടത്തിപ്പും ഉണ്ടായിട്ടില്ല എന്നൊരു വിമർശനം ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ശ്രീ ജോർജ് പൊടിപ്പാറ? തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളുടെ വാദത്തോട് ചോദിക്കാൻ എനിക്കൊരു മടിയില്ല. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് BJP വെറും ഒരു തെരഞ്ഞെടുപ്പ് പരിപാടി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പദ്ധതി, എവിടെയും എത്താത്തൊരു പദ്ധതി, സാങ്കേതിക അനുമതിയോ അല്ലെങ്കിൽ ഫണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഒരു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തി അത് തെരഞ്ഞെടുപ്പിന് എൻകാഷ് ചെയ്യാനുള്ള BJPയുടെ ശ്രമത്തിന് പ്രേമചന്ദ്രൻ കൂട്ടുനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ന്യായങ്ങളെ ഒരു പരിധിവരെ അതിനെ അംഗീകരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പ്രേമചന്ദ്രൻ അതേക്കുറിച്ച് എന്ത് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ആണോ ശരി, എനിക്കതേക്കുറിച്ച് കൂടുതൽ കൃത്യമായിട്ട് അറിയില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തതാണോ അല്ലെങ്കിൽ അങ്ങനെ നടക്കാത്തതാണോ, ഞാൻ അത് കുറിച്ച് പഠിച്ചതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോ വാദത്തിന് വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉള്ളൊരു ഒരു 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 കാര്യത്തിന് വേണ്ടിയാണല്ലോ CPM ഈ ആരോപണം ഉന്നയിക്കുന്നത്. അല്ല, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. അതിന് മുൻപ് ഭൂമി ഏറ്റെടുക്കലോ കരാർ നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു പ്രഖ്യാപനം മാത്രം. അത് വാസ്തവമാണ്. യോജിക്കാൻ എനിക്ക് വൈമുഖ്യമൊന്നുമില്ല. പ്രേമചന്ദ്രൻ തീർച്ചയായിട്ടും അക്കാര്യം ആ സമ്മേളനത്തിൽ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടതായിരുന്നു. ഇത് അങ്ങനെ ആകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്റെ ചോദ്യം ശ്രീ അരുൺ ബാബുവിനോടും താങ്കളോടും ഒക്കെ ഞാൻ ചോദിക്കുന്നത്, കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ സംഖ്യ ആയതുകൊണ്ട് NK പ്രേമചന്ദ്രന് എന്താ പ്രയോജനം? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ഒരു 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 എന്തെങ്കിലും ഒരു ഗ്രൗണ്ട് വേണ്ടേ, അതിനൊരു ഒരു യുക്തി വേണ്ടേ? ഒരു റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുന്ന ഒരു താങ്കൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണല്ലോ. CPIM ആയിക്കോട്ടെ, ഇടതുമുന്നണി ആയിക്കോട്ടെ, അതിന്റെ സർവ്വസന്നാഹങ്ങളെയും വിന്യസിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ നിർണായകം. അപ്പോൾ അങ്ങനെ കൊല്ലം പോലൊരു മണ്ഡലത്തിൽ BJPയുടെ വോട്ടുകൾ കിട്ടിയാൽ NK പ്രേമചന്ദ്രന് പുളിക്കുമോ? അത് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഈ പ്രേമചന്ദ്രൻ ഈ സംഖ്യയായിട്ട് മാറി അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു മുദ്ര ചാർത്തപ്പെട്ടാൽ അതിലൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന വോട്ടുകളുണ്ടല്ലോ. പ്രേമചന്ദ്രൻ അത്യാവശ്യം തലയ്ക്കകത്ത് മൂളയുള്ള ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാര്യങ്ങൾ തിരിച്ചറിയാത്ത, കാര്യങ്ങളെ കുറിച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കാൻ കഴിയാത്ത ഒരാളല്ല. അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങിയിട്ടും കുറെ കാലമായി. നമുക്കറിയാം, അദ്ദേഹത്തിന് CPMന്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള കുറെ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ട്. ആ സഹതാപം അദ്ദേഹത്തിന് നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതുമാണ്. ആ പ്രയോഗത്തിലേക്കൊന്നും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നില്ല. അത് എയറിലുള്ളതാണ്, രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോ പ്രേമചന്ദ്രനെ ഒറ്റതിരിഞ്ഞ് പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയപ്പോൾ മുതൽ അദ്ദേഹം ഇപ്പൊ നേരത്തെ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം യോഗത്തിൽ പങ്കെടുത്ത ഒരാള് 24-ാം തീയതി യോഗത്തിൽ പങ്കെടുത്തു, 26-ാം തീയതി അദ്ദേഹം BJP ചേർന്നു. അപ്പൊ ഇന്ന് പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പ്രേമചന്ദ്രൻ സംസാരിച്ചു. വേണമെങ്കിൽ ഈ മാസം തീരുന്നതിന് മുമ്പ് ഫെബ്രുവരി 28-നോ അല്ലെങ്കിൽ മാർച്ച് 1-നോ വേണമെങ്കിൽ അദ്ദേഹത്തിന് BJPയിലേക്ക് ചേരാം എന്ന രീതിയിലാണ് താങ്കൾ പറയുന്നത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പ്രേമചന്ദ്രനെ പോലെ ഒരാള് BJPയിൽ ചേരും എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു സ്വപ്നം മാത്രമാണ്. അത് നടക്കുന്ന കാര്യമല്ല. പ്രേമചന്ദ്രൻ അങ്ങനെ സംഖ്യയായിട്ട് അല്ലെങ്കിൽ BJPയിൽ ചേരാൻ സാധ്യതയില്ല, ചേരില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അത്രത്തോളം നിലവിലെ സാഹചര്യത്തിൽ BJPയിൽ ചേരാതിരിക്കുന്നത് തന്നെയാണ് പ്രേമചന്ദ്രന്റെ ലാഭം. ഇതിപ്പോൾ UDFന്റെ വോട്ടുകൾ കിട്ടുകയും ചെയ്യും. പ്രധാനമന്ത്രിയോട് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുമ്പോൾ ഒരു മൃദു ഹിന്ദുത്വ ലൈൻ ഉണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യം കൂടിയില്ലേ? അപ്പോൾ BJPയിൽ ചേരുന്നതിനേക്കാൾ ലാഭം നിലവിൽ ഇത് തന്നെ ആകാം പ്രേമചന്ദ്രൻ.